അപ്പോൾ നമുക്കടുത്ത വയനാട് ജില്ലയാണ്. മാനന്തവാടി. LDFിൻ്റെ OR കേളു, UDFിൻ്റെ ഉഷ വിജയൻ, NDAയുടെ P ശ്യാംരാജ്. അവിടെ LDF സ്ഥാനാർത്ഥി. LDF OR കേളു ജയിക്കും. വയനാട് ജില്ല തന്നെയാണ് സുൽത്താൻ ബത്തേരി. LDFിൻ്റെ MS വിശ്വനാഥൻ, UDFിൻ്റെ IC ബാലകൃഷ്ണൻ, NDAയുടെ AS കവിത. അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കും. IC ബാലകൃഷ്ണൻ. കൽപ്പറ്റ വയനാട് ജില്ലയിലെയാണ്. LDFിൻ്റെ PK അനിൽകുമാർ, UDFിൻ്റെ T സിദ്ദിഖ്, NDAയുടെ പ്രകാശ് മലവയിൽ. ആര് ജയിക്കും? അവിടെ T സിദ്ദിഖിന് എതിരുണ്ട് ജനങ്ങളാൽ. അത് T സിദ്ദിഖ് എന്ന് പറയുന്ന ആ ആളിനോട് ചിലതല്ല ഒരു 20-24% വോട്ടർമാർക്കും എതിർപ്പുകളുണ്ട് പല കാര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് പോകും. T സിദ്ദിഖോ? UDFിൻ്റെ കാൻഡിഡേറ്റ്. അപ്പോൾ അവിടെ ആര് ജയിക്കും? LDF സ്ഥാനാർത്ഥി ജയിക്കും. PK അനിൽകുമാർ. വയനാട് ജില്ല കഴിഞ്ഞു. കോഴിക്കോട് വടകരയാണ്. LDFിൻ്റെ MK ഭാസ്കരൻ, UDFിൻ്റെ KK രമ, NDAയുടെ K ദിലീപ്. KK രമ ജയിക്കുകയും MK ഭാസ്കരൻ 3ാമത് പോവുകയും ദിലീപ് എന്ന സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അപ്പം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ NDA അവർക്ക് വെല്ലുവിളിയാണ്. അപ്പോൾ ശക്തമായി അവർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അവിടുത്തെ ഈ NDAയുടെ സ്ഥാനാർത്ഥി അത്യാവശ്യം കഴിവുള്ള ഒരാളും അത്യാവശ്യം ജനങ്ങളോടുള്ള K ദിലീപ്. കോഴിക്കോട് ജില്ലേൻ്റെ കുറ്റ്യാടി മണ്ഡലം. LDFിൻ്റെ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ, UDFിൻ്റെ പാറക്കൽ അബ്ദുള്ള, NDAയുടെ രാംദാസ് മണലേരി. അവിടെ UDF ജയിക്കും. പാറക്കൽ അബ്ദുള്ള ജയിക്കും. നാദാപുരം കോഴിക്കോട് ജില്ല തന്നെയാണ്. LDFിൻ്റെ P വസന്ത, UDFിൻ്റെ KM അഭിജിത്ത്, NDAയുടെ CP വിപിൻ ചന്ദ്രൻ. അവിടെ UDF ജയിക്കും. KM അഭിജിത്ത് നാദാപുരത്ത്. കൊയിലാണ്ടി LDFിൻ്റെ K ദാസൻ, UDFിൻ്റെ K പ്രവീൺ കുമാർ, NDAയുടെ CR പ്രഫുൽ കൃഷ്ണൻ. ആര് ജയിക്കും? LDF സ്ഥാനാർത്ഥി ജയിക്കും. NDAയുടെ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് വരും. CR പ്രഫുൽ കുമാർ. K പ്രവീണ് 3ാം സ്ഥാനത്തേക്ക് പോകും അല്ലേ? പ്രഫുൽ കുമാർ 2ാം സ്ഥാനത്ത് തരും. അപ്പം NDA വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കോഴിക്കോട് ജില്ല തന്നെയാണ്. ബാലുശ്ശേരി LDFിൻ്റെ KM സച്ചിൻ ദേവ്, നമ്മുടെ തിരുവനന്തപുരം പഴയ മേയറിൻ്റെ ഭർത്താവാണ്. UDFിൻ്റെ VT സൂരജ്, NDAയുടെ CP സതീശൻ. അവിടെ UDF ജയിക്കും. സച്ചിൻ ദേവ് തോൽക്കും. ബസ്സൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അതൊന്നുമല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല. അല്ല, ഞാൻ ചോദിക്കില്ല, ഈ കർമ്മ എന്നുള്ള സാധനം ബാധിക്കൂ? നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ അവരവർ തന്നെ അനുഭവിച്ചിടുമെന്നാണ്. അത് കുറച്ചൊക്കെ അനുഭവിക്കട്ടെ. ജനങ്ങളാണ് ഇവിടെ. അല്ല, നമ്മുടെ ജനങ്ങളെക്കാളും വലുത് ഞാനുമല്ല ആരുമല്ല. ആര്യയുടെ ഭർത്താവാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജോലികളെത്തക്ക രീതി. അവരൊക്കെ വളരെ അവർക്ക് കിട്ടിയ ആ സംവിധാനങ്ങളെ അവർ തന്നെ സ്വയം നശിപ്പിച്ചു. ഇന്നലെ ആര്യ ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ. അവരൊന്നുമല്ല. അവരിനി എവിടെ നിന്നാലും ജയിക്കത്തുമില്ല. ശിവൻകുട്ടിയുടെ വാഹനത്തിൽ ജനങ്ങൾക്ക് കംപ്ലീറ്റ് വെറുപ്പ്. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങേർക്ക് വളരെയധികം ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന് വളഞ്ഞു കുത്തുക എന്ന് പറയില്ല, വളഞ്ഞു കുത്തുക എന്ന് പറയും, അത് സംഭവിക്കും. അപ്പോൾ ബാലുശ്ശേരിയിൽ UDFിൻ്റെ VT സൂരജ് വിജയിക്കും അല്ലേ? ജയിക്കും. അപ്പോൾ ഏലത്തൂർ കോഴിക്കോട് ജില്ല തന്നെയാണ്. AK ശശീന്ദ്രൻ NCP, UDFിൻ്റെ വിദ്യാ ബാലകൃഷ്ണൻ, NDAയുടെ T ദേവദാസ്. അവിടെ LDFിൻ്റെ ഈ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സിലേ ഇല്ല. ശശീന്ദ്രനോ? മനസ്സിലേ ഇല്ല. വിദ്യാ ബാലകൃഷ്ണനോ? അവിടെ മത്സരം T ദേവദാസും വിദ്യാ ബാലകൃഷ്ണനാണ്. UDFും NDAയും തമ്മിൽ. T ദേവദാസ് അത്യാവശ്യം ജനങ്ങൾ അറിയുന്ന ഒരു നേതാവ് കൂടിയാണ്. UDFിൻ്റെ കാൻഡിഡേറ്റ് അല്ല, NDAയുടെ കാൻഡിഡേറ്റ്. UDFിൻ്റെ വിദ്യാ ബാലകൃഷ്ണനാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഇവർ തമ്മിലാണ് മത്സരം. NDAയും UDFും തമ്മിൽ. ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനം രണ്ടുപേരും തുല്യം നിൽക്കുകയാണ്. വിദ്യാ ബാലകൃഷ്ണനും T ദേവദാസും. വിദ്യാ ബാലകൃഷ്ണൻ UDF അല്ലേ? UDF. ഇതിലാരും ജയിക്കും ഇപ്പോൾ? രണ്ടുപേരും ഒപ്പത്തിനൊപ്പം. അത് ജയിച്ചാലും 1-2 വോട്ടിനായിരിക്കും. വളരെ മാർജിൻ കുറവിലേ
ഉണ്ടാവുള്ളൂ. ജയം ആരുടെയെന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. അത് ഏലത്തൂര് നമുക്ക് ഇതിലാര് ജയിക്കും മാറ്റിവെച്ചോളൂ, ഈ പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട് ആര് ജയിക്കുമെന്ന്. അവിടെ BJPക്ക് NDAക്ക് സാധ്യത വളരെയേറെയാണ്. ടി ദേവദാസ് അയാൾ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണല്ലോ. ഏലത്തൂര്. അപ്പോൾ കോഴിക്കോട് നോർത്താണ്, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. LDF തോട്ടത്തിൽ രവീന്ദ്രൻ ശക്തനായ നേതാവാണ്. UDFൻ്റെ K ജയന്ത് അതും ശക്തനാണ്. NDAയുടെ നവ്യ ഹരിദാസ്. അവിടെ നവ്യ ഹരിദാസ് ജയിക്കും. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നവ്യ ജയിക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകും. ഇത്രയും സീനിയർ നേതാവ്. സീനിയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒന്നും അല്ലാത്ത ഒരാളാണ്. ഈ നവ്യ ഹരിദാസ് ഒരു IT പ്രൊഫഷണലാണ്. എന്തായിരുന്നാലും ഞാൻ അവരുടെ ഒരു പ്രത്യേകത, അതിനുള്ളൊരു യോഗമുണ്ട്. കാര്യം നിന്ന 2-3 തവണയും അവരവിടെ ജയിച്ചു വന്നതാണ്. നവ്യ ഹരിദാസ്. നവ്യ ഹരിദാസിന് സാധ്യത വളരെ ചെറുപ്പക്കാരിയാണ്. ചെറുപ്പമാണെങ്കിലും അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകും. ഇത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിനുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ച് പറയാൻ ഒന്നുമില്ല. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അടുത്ത കോഴിക്കോട് തെക്ക്, കോഴിക്കോട് ജില്ലയിലാണ്. LDFൻ്റെ അഹമ്മദ് ദേവർകോവിൽ, UDFൻ്റെ ഫൈസൽ ബാബു, NDAയുടെ T രനീഷ്. അവിടെ അഹമ്മദ് എന്ന് പറഞ്ഞ ആള്, അഹമ്മദ് ദേവർകോവിൽ, അദ്ദേഹം തോക്കും. INLലെ ആളാണ്. അവിടെ UDF ജയിക്കും. ഫൈസൽ ബാബു ജയിക്കും. കോഴിക്കോട് ജില്ല തന്നെ ബേപ്പൂര്, LDFൻ്റെ മുഹമ്മദ് റിയാസ്, UDFൻ്റെ PV അൻവർ. അത് ഓർക്കാനുള്ള പേരുകളാണ്. NDAയുടെ KV പ്രകാശ് ബാബു. 3 പേര് ശക്തരാണ്. ഇതിലാര് ജയിക്കും? അവിടെ മത്സരം ശ്രീ പ്രകാശ് ബാബുവും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഇപ്പോൾ നിലവിൽ മന്ത്രിയാണ്. അവർ തമ്മിലാണ് മത്സരം. PV അൻവർ ഇല്ല, റിയാസ് ജയിക്കും. പ്രകാശ് ബാബു 2ാം സ്ഥാനത്തേക്ക് വരും. PV അൻവർ ചിത്രത്തിലുണ്ടാവില്ല. PV അൻവർ 3ാം സ്ഥാനത്തേക്ക് വരും. അതായത് 2 പാർട്ടിയും മാറിയിരുന്ന ആളാണ്. ഈ കേരളത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ പലതും ഉണ്ട്. സൃഷ്ടിച്ചാൽ ഒരാൾ ഈ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ജനം പുറന്തള്ളും. എന്തായാലും മുഹമ്മദ് റിയാസ് ജയിക്കും. ബേപ്പൂര്, കുന്നമംഗലം. LDFൻ്റെ PTO റഹീം, UDFൻ്റെ AA റസാഖ് മാസ്റ്റർ, NDAയുടെ VK സജീവൻ. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി AA റസാഖ് മാസ്റ്റർ. VK സജീവൻ നല്ലൊരു കാൻഡിഡേറ്റാണ്. അവിടെ മറ്റു ചില ശക്തികളുടെ ഏകീകരണം ഉണ്ടാവും. അല്ലെങ്കിൽ സജീവൻ അവിടെ ജയിക്കേണ്ടതാണ്, സാധ്യത ഉണ്ടാവും. കോഴിക്കോട് തന്നെയാണ് കൊടുവള്ളി. LDFൻ്റെ സലീം മടവൂർ, UDFൻ്റെ PK ഫിറോസ്, NDAയുടെ ഗിരി പമ്പനാൽ. ആര് ജയിക്കും? അവിടെ UDF സ്ഥാനാർത്ഥി PK ഫിറോസ്. വേറൊരാളാണ് LDFൻ്റെ സ്ഥാനാർത്ഥി സലീം മടവൂർ 3ാം സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ ഗിരി പമ്പനാൽ. അതായത് NDA BJP 2ാം സ്ഥാനത്താണ് പലരും. കോഴിക്കോട് ജില്ലയാണ് തിരുവമ്പാടി. LDFൻ്റെ ലിൻഡോ ജോസഫ്, UDFൻ്റെ CK കാസിം, NDAയുടെ സണ്ണി തോമസ്. ആര് ജയിക്കും? അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. എന്നാലും ഇത്തരം പ്രവചനങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വന്നോട്ടെ. കൂടുതൽ LDF ജയിക്കുമെന്നും ആണ് കൂടുതൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. UDF വരും. വടക്കേ ഇതല്ലേ, നോർത്ത് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ മാറ്റങ്ങൾ വരാൻ പോകും അല്ലേ? എന്തായാലും ഞാൻ എപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലൊരു തൂക്ക് നിയമസഭയായിരിക്കും വരാൻ പോകും. ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല. എന്തായാലും ബാക്കി മണ്ഡലങ്ങളും നമുക്ക് നോക്കിയിട്ട് ഇത് തീരുമാനിക്കാം. ശരി.